രാജ്യത്ത് ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം നടന്നു. ആ പ്രക്ഷോഭത്തിൽ ഇടതുപക്ഷ നേതാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്തു. ആ കാര്യത്തിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനെ കണ്ടോ? കോൺഗ്രസ്സുകാരൻ ആരെങ്കിലും ഉണ്ടായി? ഇവിടെ നമ്മളെ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ 18 അംഗ സംഘമുണ്ടല്ലോ, UDFന്റെ കൂടെയുള്ള MP-മാർ, വലിയ നമ്പറാണല്ലോ. ആ 18 അംഗ സംഘത്തിൽ ആരെയെങ്കിലും ഇവിടെ ഏതെങ്കിലും പ്രക്ഷോഭ സ്ഥലത്ത് കണ്ടോ? എന്തേ അവരില്ലാതിരുന്നത്? ജനുവരിയിൽ പ്രക്ഷോഭം കനക്കുകയാണ്. ആ ജനുവരിയിൽ പ്രക്ഷോഭം കനത്തപ്പോൾ അതിനെതിരെ സംഘപരിവാറിന്റെ ആക്രമണം നടന്നു. ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്ക് നേരെ അവിടെ ഇടതുപക്ഷ MP-മാരും ഇടതുപക്ഷ നേതാക്കളും ഓടിയെത്തി. നമ്മളെ 18 അംഗ സംഘത്തിൽ ആരെങ്കിലും ഉണ്ടായോ? ഈ കേരളത്തിൽ ജയിച്ചു പോയ 18 അംഗ സംഘത്തിൽ ആരെയെങ്കിലും എവിടെയെങ്കിലും കണ്ടോ? ഇവിടുത്തെ MP-മാർ, UDF MP-മാർ എന്തേ അവരെ ആരെയും കാണാതിരുന്നത്? നിങ്ങളതല്ല എന്ന് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പറ, ഇന്ന കോൺഗ്രസ്സുകാരൻ ഇന്ന സ്ഥലത്ത് പങ്കെടുത്തു എന്ന് പറ. അത് പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്തേ പറയാൻ പറ്റാത്ത? അങ്ങനെ ഒരു സംഭവമില്ല. പോട്ടെ, വേറൊരു കാര്യം, ഈ കേരളത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടിയാണല്ലോ ഇതിനെതിരെ അണിനിരന്നത്. ഇപ്പോൾ 2019 ഈ നിയമ ഭേദഗതി വന്ന ഉടനെ കേരളം ഒറ്റക്കെട്ടായാണ് അതിനെ പ്രതിഷേധിച്ചത്. അതിനകത്ത് ആദ്യത്തെ പ്രതിഷേധ സംഗമത്തിൽ UDF ഉണ്ട്, പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും. പിന്നെ നിയമസഭ വിളിച്ചു ചേർത്തു, സർവകക്ഷി യോഗം, ഇതിലെല്ലാം അവരുണ്ട്. ഏകണ്ഠമായിട്ടാണ് നിയമസഭ ഈ നിയമ ഭേദഗതി പിൻവലിക്കണമെന്ന പ്രമേയം അംഗീകരിച്ചത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ കോൺഗ്രസ് അധ്യക്ഷൻ, അന്നത്തെ KPCC പ്രസിഡന്റ്, പരസ്യമായിട്ട് പറയുകയാണ്, ഈ നിയമ ഭേദഗതി കേന്ദ്രം പാസ്സാക്കിയൊരു നിയമ ഭേദഗതി ഇവിടെ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് നടപ്പാകാതിരിക്കുകയോ? എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? എത്ര ചരിത്ര നിഷേധമുള്ള കാര്യമാണ്. മാത്രമല്ല, ഇനി അങ്ങോട്ട് ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന് പറഞ്ഞു. അവിടെ ഞാൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിയോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്തരമൊരു നിലപാട് ഇവിടുത്തെ കോൺഗ്രസ് എടുത്തത്? എൻ്റെ അനുമാനം ഞാൻ പറയുന്നുണ്ട്. ഇവിടെ കോൺഗ്രസ് അതിൽ പങ്കെടുത്തതാണ്, ഞങ്ങളോടൊപ്പം പങ്കെടുത്തതാണ്. അത് പങ്കെടുക്കണ്ട എന്ന നിലപാട് ഇവിടെ കോൺഗ്രസ് എടുക്കാൻ കാരണം കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറ, ഇവിടെ കേരളത്തിലുണ്ടല്ലോ, നിങ്ങൾ പറയൂ, എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു. ഇപ്പോ ചട്ടഭേദഗതി കൊണ്ടുവന്നല്ലോ, ആ ചട്ടഭേദഗതിയുടെ കാര്യത്തിൽ കൊണ്ടുവന്നോ? എന്തെങ്കിലും എതിർപ്പ് ഉണ്ടായോ? രാജ്യം മുഴുവൻ എതിർത്തില്ലേ? എല്ലാ പാർട്ടികളും എതിർത്തില്ലേ? കോൺഗ്രസിന്റെ ശബ്ദം എവിടെയെങ്കിലും കേട്ടോ? ഇപ്പൊ എല്ലാ പാർട്ടികളും പ്രകടന പത്രിക പുറത്തിറക്കി. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ചോദ്യം.